കോൺഫിഡൻസുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ഈ സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കോൺഫിഡൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്നെ സംബന്ധിച്ച് എന്നോടാണ് ചോദ്യമെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കോൺഫിഡൻസ് എന്നത് ഓരോ വിഷയം പറയുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് അഗാധമായി അറിയുക എന്നതാണ്. നിങ്ങൾക്കറിയാം, ഏതൊരു വിഷയം നമുക്ക് അറിയും തോറും നമുക്കത് കോൺഫിഡൻസ് കൂടും പറയാൻ മറ്റുള്ളവരോട്. നമ്മളൊരു സ്ഥലത്ത് പോയി, ഹോട്ടലിൽ പോയി, ചെറിയ ഉദാഹരണം പറയാം, ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച്, അടിപൊളി ഭക്ഷണം. അപ്പോൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞത്, അപ്പോൾ എന്നിട്ട് അമ്മ മറ്റോണ്ട് പറയും, എടാ ഞാൻ അത് ആടെ ഹോട്ടലിൽ പോയിടാ, ആ ബേക്കൽ ആടെ ഹോട്ടലിൽ പോയി മോനെ, എന്ത് അന്തരീക്ഷം, അത് പുഴയും ഇതെല്ലാം ആയിട്ട് അടിപൊളി. അതുപോലെ നല്ല ഫുഡിടാ, നല്ല അടിപൊളി ഫുഡിടാ, മീനൊക്കെ ഇങ്ങനെ ഫ്രഷ് മീൻ നമുക്ക് നമ്മൾ മുമ്പൊന്നും മുറിച്ചിട്ട് അങ്ങനെ പറയാറില്ല, നമ്മൾ ഒക്കെ റെഡിയാക്കി തരും. അങ്ങനെ ആ അനുഭവവും നമ്മുടെ അറിവും ചേരുമ്പോൾ അത് നല്ല കോൺഫിഡൻസ് നമുക്ക് നൽകും എന്നതിൽ യാതൊരു സംശയമില്ല. അതേപോലെ എന്നെ സംബന്ധിച്ചാണ്, വ്യക്തിപരമായിട്ടാണ് ആ ചോദ്യമെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കോൺഫിഡൻസ് ഫിനാൻഷ്യലി കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഫിനാൻഷ്യലി നമുക്ക് വലിയ പ്രയാസമില്ല, അതുകൊണ്ട് നമുക്കത് കോൺഫിഡൻസോട് കൂടി പറയാം. ഇതുപോലെ ഒരുപാട് പൈസ കൈകാര്യം ചെയ്തു ഇതാക്കി എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പറയാം. അങ്ങനെ ഏതൊരു കാര്യത്തിൽ നിങ്ങൾക്ക് അറിവും അനുഭവവും ഉണ്ടോ ആ വിഷയം നല്ല കോൺഫിഡൻസ് ആയിരിക്കും. നിങ്ങൾ അറിവും വേണം, അനുഭവവും വേണം. അതേപോലെ ഡെയിലി സാധാരണ ഒരു മനുഷ്യൻ നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കാൻ ഡെയിലി കുളിക്കുക, നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, നല്ല അയൺ ചെയ്ത വസ്ത്രങ്ങൾ ധരിക്കുക, സുഗന്ധങ്ങൾ പൂശുക, നല്ല സ്പീഡിൽ നടക്കുക, വർക്ക് ഫസ്റ്റ്, നല്ല സ്പീഡിൽ നടക്കുക. അതുപോലെ ആരുടെ മുഖത്ത് നോക്കി, കണ്ണിൽ നോക്കി, ഡയറക്റ്റ് നോക്കി സംസാരിക്കാൻ പഠിക്കുക, ശീലിക്കുക. അതുപോലെ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക. അപ്പോൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ ഇതെങ്ങനെ കോൺഫിഡൻസിനെ ബാധിക്കും നിങ്ങൾ വിചാരിക്കും. അത് ഭയങ്കരമായി ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ശ്രദ്ധയോടെ കേൾക്കുക മറ്റുള്ളവരെ. 1000 ക്ലാസ്സുകൾ കേൾക്കുന്ന ഒരു മനുഷ്യർക്ക് ഒരു ക്ലാസ് വൃത്തിയായി നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടി സാധിക്കും. 1000 ക്ലാസ്സുകൾ നമ്മൾ കേൾക്കണം മുമ്പ്, എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ അറിവ് സ്വായത്തമാക്കണം. അതുപോലെ ഡയറക്റ്റ് നല്ല ശ്രദ്ധയോട് കൂടി ആൾക്കാരെ കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. അതേപോലെ ഞാൻ പറഞ്ഞു, ഡെയിലി കുളിക്കുക, വൃത്തിയാകുക, നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, ഹൈ ലെവൽ സ്പീഡിൽ നടക്കുക, അതുപോലെ അറിവും അനുഭവവും ഉണ്ടാകുക ജീവിതത്തിൽ, എല്ലാം മനസ്സിലായി ഞാൻ വിചാരിക്കും. ഇനി ഇപ്പോൾ വ്യായാമം ചെയ്യുക, അതായത് നമ്മൾ രാവിലെ എന്നും മെഡിറ്റേഷനോ വ്യായാമമോ ആഴ്ചക്ക് 4 പ്രാവശ്യമെങ്കിലും വ്യായാമം മെഡിറ്റേഷൻ, അതുകൊണ്ട് ഹൈ ലെവൽ കോൺഫിഡൻസ് നമുക്ക് തരും എന്നത് യാതൊരു സംശയമില്ല. അതുപോലെ സ്വയം തയ്യാറാവുക, ഞാൻ കുറച്ച് പോയിന്റുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്വയം തയ്യാറാവുക, നമ്മൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞു തന്നെ, ഏതൊരു വിഷയത്തിൽ നമുക്ക് നല്ല അറിവുണ്ടോ, നല്ല പ്രിപ്പയറിങ് ആയോ, നമ്മൾ അതിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. നല്ല പ്രിപ്പയർ ആകുക നമ്മൾ ഏതൊരു വിഷയം പഠിക്കുമ്പോഴും. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചില കുട്ടികൾക്ക് പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. എന്താ, ഒന്ന് റെഡി ആയിട്ടില്ല, പഠിച്ചിട്ടില്ല, ഒന്നും പ്രിപ്പയർ ആയിട്ടില്ല. നല്ല റെഡിയായി പഠിച്ച് പ്രിപ്പയർ ആയി വെച്ചാൽ പരീക്ഷ പരീക്ഷ പറ്റ്. അതുപോലെ നല്ല നല്ല ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ നമ്മൾ പറയും, ക്വസ്റ്റ്യൻ പറ്റ്. കാരണം നമുക്ക് ആൻസർ ചെയ്യാം, നമുക്ക് ഉറപ്പാണ്, നല്ല കോൺഫിഡൻസാണ്, നല്ല ഉറപ്പാണ്, നമുക്കറിയാമെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ ചോദ്യങ്ങൾ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഫേസ് ചെയ്യാൻ നമുക്കറിയാം. അതുപോലെ തയ്യാറെടുക്കുക. അതുപോലെ പോസിറ്റീവായി ചിന്തിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പോസിറ്റീവായി ചിന്തിക്കുക. നമ്മൾ പലപ്പോഴും ചില ആളുകൾ എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോഴേക്കും അതിൻ്റെ നെഗറ്റീവ് മാത്രമേ ഒരു കാണും. നമ്മൾ നല്ലൊരു വസ്ത്രം ഇട്ടിട്ട് പോയാലും ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ലൊരു വസ്ത്രമൊക്കെ ഇട്ടിട്ട് പോയാലും ചെറിയൊരു ചുളിവ് ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് തേടുമ്പോൾ നമ്മൾ തന്നെയാണല്ലോ ചെയ്യുന്നത് പ്രവാസ ലോകത്ത്. അപ്പോൾ ചെറിയൊരു ചുളിവുണ്ടെങ്കിൽ ഓൻ ആദ്യം കണ്ട് ചുളിവായിരിക്കും. നമ്മൾ തേച്ച സ്പ്രേ ഓന് മണക്കില്ല, അത്ര ഓന് മണക്കില്ല, ഓന് വേറെ എന്തെങ്കിലും ഒന്നും കാണില്ല, നല്ല ഇസ്തിരിട്ട ഇത് കാണില്ല, അതിൻ്റെ ഭംഗി കാണില്ല, ഓൻ കാണില്ല, ഇതിൻ്റെ കുറവ് മാത്രമായിരിക്കും. അതേപോലെ നമ്മളെ ചിന്തകളും എപ്പോഴും നമ്മൾ ചിന്തിക്കുക, അങ്ങനെ പോസിറ്റീവായി മാത്രം ചിന്തിക്കാൻ വേണ്ടി തയ്യാറാകണം. നമ്മൾ ഒരാളോട് സംസാരിക്കാനും പറയും, അത് ശരിയാവുമോ, എന്നോട് പറഞ്ഞാൽ എങ്ങനെ ആവുമോ, പ്രശ്നമാവുമോ, അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ ഏതായാലും പറയാം, ശരിയാവും എന്ന് വിശ്വസിക്കുക. അത് ഉറച്ച ഒരു രീതിയിൽ നമ്മളങ്ങ് പറയാം. അതുപോലെ എപ്പോഴും നെഗറ്റീവ് ഒഴിവാക്കി പോസിറ്റീവ് തിങ്സ് കൊണ്ടുവരിക. ഇപ്പോൾ കുറച്ച് കടവില്ല ആൾക്കാരാണെങ്കിൽ, കടമുണ്ട്, ഇത്രയുള്ള കടം വെച്ചിട്ട് ഞാൻ എങ്ങനെ അതിൽ കൂടുതൽ ഇത്രയുള്ള കടം വെച്ച് ഞാൻ എങ്ങനെ ഒരാൾക്ക് 5 രൂപ ചോദിക്കുമ്പോൾ കൊടുക്കലേ, നമുക്ക് തന്നെ കടം തീർന്ന് മറ്റൊരു കൊടുക്കുക, അങ്ങനെ ചിന്തിക്കരുത്. കൊടുത്താൽ നമുക്ക് കടം തീരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ബർക്കത്തുണ്ടാവും ജീവിതത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് കൊടുക്കുക. അതുപോലെ എല്ലാ വിഷയത്തിലും, ഏത് വിഷയത്തിലും നെഗറ്റീവ് ആയി നിങ്ങൾ ചിന്തിക്കരുത്, പോസിറ്റീവായി ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക, പഠിക്കുക. അതേപോലെ പരാജയത്തെ ഭയപ്പെടാതിരിക്കുക. ഏതൊരു വിഷയമാകട്ടെ, എന്തുകൊണ്ട് പല ആളുകളും ബിസിനസ് തുടങ്ങുന്നില്ല വെച്ചാൽ പണ്ടപ്പോരിക്കെ പരാജയപ്പെട്ടിന്, അതുകൊണ്ട് ഞാൻ തുടങ്ങുന്നില്ല. അതാണ്, പരാജയത്തെ ഭയപ്പെടാതിരിക്കുക. നമ്മളൊരു യൂട്യൂബിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തു, അതിനാരും കണ്ടില്ല, ഇനി വീഡിയോ ചെയ്യേണ്ടപ്പോൾ ആരും കാണുന്നില്ല, നമ്മൾ തന്നെ ആര് കാണാൻ. ചില ആളുകൾ പറയുകയും ചെയ്യും, നിൻ്റെ വീട്ടിൽ ആര് കാണുന്നു,
നമ്മളങ്ങനെ ഭയപ്പെടണ്ട. അപ്പോൾ ഇത് കണ്ടില്ല അടുത്ത വീഡിയോ ചെയ്യുക, അപ്പോൾ അത് കാണും, ഇല്ലെങ്കിൽ അടുത്ത് ചെയ്യുക, അടുത്ത വിഷയം പറയാം. വേറെ വിഷയം ഇങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും അതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുക. അതിൻ്റെ പുതിയ കാര്യങ്ങൾ പറയാം. അപ്പോൾ റെഡിയാവും. അതുപോലെ പരാജയത്തെ ഭയപ്പെടാതിരിക്കുക. ഏത് പരാജയം കേട്ടോ, എന്തെങ്കിലും സ്ഥാപനം തുടങ്ങി, ഒരു ഹോട്ടൽ തുടങ്ങി, ഒരു വണ്ടി എടുത്ത് അതിന് ചറ്റകുറ്റപ്പണികളൊക്കെ വരും. ഏതൊരു കാര്യം അങ്ങനെ, ഇപ്പോൾ നമ്മൾ വീട് കെട്ടിയാലും നല്ല വാഹനമാണെങ്കിലും അതൊക്കെ ചെറിയ പണികൾ നമുക്ക് ഇങ്ങോട്ട് തരും. അപ്പോൾ ആ പണികൾ നമ്മൾ റെഡിയാകണം. ചില ആളുകൾ കീഴിൽ ജോലി ചെയ്യുമ്പോൾ അതും കൂടി പറഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും അതിന്. ചില ആളുകളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, എന്തിപ്പോൾ പെട്ടുപോയല്ലോ, ഇനിയിപ്പോൾ എന്താക്കില്ല. ചില ആളെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഉറച്ചൊരു വിശ്വാസം നമുക്ക് വേണം. ചിലപ്പോൾ അയാളിൽ നിന്ന് എന്തെങ്കിലും കേൾക്കേണ്ടി വരും. ചിലപ്പോൾ ചില കഠിനമായ ജോലികൾ നമുക്ക് നൽകും. കാരണം നമ്മൾ വേറൊരാൾ കീഴിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളെപ്പോഴും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോയാൽ അയാൾ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാവില്ല. കാരണം എന്താ, ഇതേ വാക്ക് എന്നോട് പറഞ്ഞ അതേ വാക്ക് മറ്റൊരാളോട് പറഞ്ഞാൽ ഭയങ്കര ബേജാറാണ്. നമുക്കാണെങ്കിൽ ചിരിക്കുന്നുണ്ട് ഞാൻ ചിരിക്കുന്നുണ്ട്. കാരണം എന്താ, നമുക്ക് ബോധ്യമുണ്ട് അയാൾ അങ്ങനെ പറയുന്ന ആളാണ്, അങ്ങനെ പറയും, നമ്മളെക്കുറിച്ച് മോശം പറയും, നമ്മളോട് കുറച്ച് ടഫായ പണി തരും, കുറച്ച് എന്തെങ്കിലും അയാൾക്കൊരു പ്രഷർ ഉണ്ടെങ്കിൽ ആ പ്രഷർ നമ്മളോട് തീർക്കും എന്നൊക്കെ നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. അതുപോലെ പരാജയത്തെ ഭയപ്പെടാതിരിക്കുക. അതുപോലെ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മളോട് പറയുന്ന വാക്കുകൾ, ചില ആളുകൾ പറയുന്ന വാക്കുകൾ, അത് നമ്മൾ എഴുതി വെക്കണം. എന്ത് പറയുക, ഒന്ന് പറഞ്ഞ നല്ല കമൻറ്റ് എനിക്കത് വായിക്കണം. നമുക്ക് നല്ലൊരു ഡിപ്രഷൻ, ടെൻഷനൊക്കെ വരുമ്പോൾ ആൻസൈറ്റി അങ്ങനത്തെ ഒരുപാട് പദങ്ങൾ പറയുന്നുണ്ട്. ഡിപ്രഷൻ, ടെൻഷൻ, അതൊക്കെ വരുമ്പോൾ ഈ ഒരു ഡയറി നമ്മൾ എഴുതി വെക്കാം. ഡയറി എടുക്കുക, ഡയറി എഴുതി വെക്കണം. ഡെയിലി നമ്മൾ എഴുതി വെക്കണം നമ്മളെക്കുറിച്ച് നല്ല പറഞ്ഞത്, നല്ല കമൻറ്റുകൾ പറഞ്ഞു, നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടപ്പോൾ നാലാളുകൾ പറഞ്ഞ്. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു ചില്ലി ഫ്രൈ ഉണ്ടാക്കി, നമുക്ക് അടുത്ത് അറിയുന്ന ആൾ തന്നെ, പക്ഷേ നല്ലൊരു ചില്ലി ഫ്രൈ ഉണ്ടാക്കി കൊടുത്തു, ഒരു ഫുഡ്. അപ്പോൾ അദ്ദേഹം ഒരു അരദിനാറക്ക് ഞാൻ ചുറ്റിച്ചത്. ഞാൻ പറഞ്ഞു, നമ്മൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി, നല്ലൊരു വ്യക്തി. നമ്മൾ വേണ്ട നിങ്ങൾ അങ്ങനെ ചെയ്യലാകുമ്പോൾ ചുറ്റിപ്പിടിച്ച് നമുക്ക് തന്നു കഴിഞ്ഞു. കാരണം എന്താ, ഒരു സ്റ്റാറാണ്. ആ ഒരു നമ്മൾ ഉണ്ടാക്കിയ ഫുഡിന് കിട്ടുന്ന സ്റ്റാർ. അങ്ങനെ ചില ആളുകൾ നല്ല കമൻറ്റ് പറയും. നമ്മൾ സുഹൃത്തുക്കളാകട്ടെ, നല്ല ഭക്ഷണം, അംസ ഇന്നലെ ആക്കിയ ഫുഡ് ഉണ്ടല്ലോ, സൂപ്പർ ഫുഡാണ്, എഴുതി വെക്കണം. അത് എന്താ പറയുക, ഇടയ്ക്കെന്തെങ്കിലും ആരെങ്കിലും മോശം പറഞ്ഞാൽ നമ്മൾ ബേജാറാക്കണ്ട. നമുക്ക് എത്രയോ നല്ല കമൻറ്റുകൾ കിട്ടിയിട്ടുണ്ട് മുമ്പ്, നമ്മൾ അത് കേട്ടാൽ മതി. ഇന്ന് ഇതിൻ്റെ അടുത്ത് ഫേസ്ബുക്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ, ഒരു വീഡിയോ എഡിറ്റ് ആക്കി ഇങ്ങനെ ഇട്ടപ്പോൾ അതിന് ഒരു മോശം 2 കമൻറ്റുകൾ വന്നു. ഞങ്ങൾ 2-3 സുഹൃത്തുക്കൾ ഇരുന്ന് അവിടെ ചിരിക്കായിരുന്നു ഹോട്ടലിൽ. അപ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും, മോശം കമൻറ്റ് വരും. നമ്മൾ ടെൻഷൻ ആക്കണ്ട, നമ്മൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ത് അങ്ങനെ പറയും. കാരണം എത്രയോ 1000 നല്ല കമൻറ്റ് നമ്മളെ മനസ്സിലുണ്ട്. നമ്മളെ മനസ്സിൽ എന്താ 1000 നല്ല കമൻറ്റാണ്. പിന്നെ അവൻ്റെ ഈ ഒരു ചീത്ത കമൻറ്റ് നമുക്ക് ബാധിക്കുമോ? ഒരിക്കലും ബാധിക്കില്ല. അതുപോലെ കുട്ടികളുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് ഭയങ്കര ടെൻഷൻ. എൻ്റെ കുട്ടി നാളെ എന്നെ നോക്കുമോ, എൻ്റെ പൊന്നുപോലെ നോക്കുമോ, ഞാനിങ്ങനെ പൊന്നുപോലെ നോക്കിയിട്ട് പ്രതീക്ഷിക്കണ്ട. ചിലപ്പോൾ നോക്കാം, ചിലപ്പോൾ നോക്കിയില്ല. ആ ഉറച്ചൊരു തീരുമാനത്തോടെ മുമ്പോട്ട് പോവാം. അല്ലേ, ചില ആളുകളുടെ കുട്ടികളൊക്കെ ഒളിച്ചോടി പോയിട്ടാകുമ്പോൾ ഭയങ്കര ഡിപ്രഷൻ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അതൊക്കെ ആക്കട്ടെ നമ്മളെല്ലാം. പക്ഷേ ഭയങ്കര ഡിപ്രഷൻ, ടെൻഷൻ, ആൾക്കാർ മുമ്പിൽ പുറത്തിറങ്ങുന്നില്ല, പുറത്ത് ആൾക്കാർ ഇറങ്ങി നോക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് നാട്ടിൽ കണ്ട ഒരു കാഴ്ചയാണത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരാളോട് മുണ്ടാൻ വരെ സാധിക്കുന്നില്ല. അദ്ദേഹം ഭയങ്കരമായി സ്നേഹിച്ച് ഭയങ്കരമായി തലയിൽ വെച്ച് കൊണ്ടുവരുന്ന കുട്ടിയാണ്. അങ്ങനെ സംഭവിക്കാം. അതിന് കുറച്ച് നമുക്കങ്ങനെ ഒരു അഫെയർ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര ടെൻഷനാവില്ല. ചില ആളുകൾ മരിച്ചു പോയാൽ ചില ആളുകൾ പിന്നെ ഓനും മരിച്ച അതേ അവസ്ഥ. 1-2 ദിവസം ടെൻഷൻ ഉണ്ടാവും, മനുഷ്യനാണ്, ബേജാറുണ്ടാവും, വിഷമമുണ്ടാവും, പ്രയാസമുണ്ടാവും. പക്ഷെ അത് അതോട് തീരണം. പിന്നെ നമ്മുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടണം, ഇറങ്ങി പ്രവർത്തിക്കണം, തുടങ്ങണം അങ്ങോട്ട്. ഈ ടെൻഷൻ വെച്ചുകൊണ്ട് ഇങ്ങനെ മൂലക്ക് ഇരിക്കരുത്. അതുകൊണ്ട് പല ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടോ. ഒരു ലവ് ഫയറല്ലേ ലവ് പൊട്ടിപ്പോയി. എന്നിട്ടാകുമ്പോൾ അധികം 10 മിനിറ്റ് 4 ഗണ്ട അങ്ങനെ സംസാരം കേൾക്കില്ല, പകുതി ചിലപ്പോൾ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഓനൊരിക്കലും പ്രതീക്ഷിച്ചിട്ട് അങ്ങനെ സംഭവിക്കും, അതങ്ങനെ സംഭവിക്കും. എത്രയോ ആക്ടർമാർ അങ്ങനെ സംഭവിക്കുന്നില്ല. എത്രയോ നായികയായി കൊല്ലങ്ങളോട് അഭിനയിച്ചവർ പിന്നീട് പെട്ടെന്ന് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദാമ്പത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, വിവാഹം ചെയ്തിട്ടാകുമ്പോൾ പൊട്ടിപ്പോകുന്നുണ്ട്, കുടുംബജീവിതം പരാജയപ്പെടുന്നുണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളുക. അത് ഏതൊരു വിഷയത്തിൽ നമുക്ക് അറിവുണ്ടോ, നല്ല കോൺഫിഡൻസ് ആയി കയ്യിൽ ഇത് പറയാൻ വേണ്ടിയിട്ടുള്ള ഞാൻ പറഞ്ഞു വന്നത്. അതുപോലെ ചെറിയ വിജയത്തെ ആഘോഷിക്കുക. നല്ലൊരു വീഡിയോ ചെയ്ത് നേരെ കണ്ണാടിന് മുമ്പിൽ പോയിട്ട് നിൻ്റെ അംസ സൂപ്പറാടാന്ന് പറയുക. അതുപോലെ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് നല്ലത് പറഞ്ഞ് എഴുതി വെക്കുക. അങ്ങനെ നല്ലൊരു കോൺഫിഡൻസ് ലെവൽ നമ്മൾ പോലും അറിയാതെ വർദ്ധിക്കും. അതുപോലെ സ്ഥിരമായിട്ട് എൻ്റെ ഈ കമൻറ്റ് എഴുതിയ ആളുടെ വ്യക്തിയോട് പ്രത്യേകിച്ച് പറയാം, സ്ഥിരമായിട്ട് നിങ്ങൾ നല്ല 3 പോയിൻറ്റുകൾ എഴുതി വെക്കുക. എന്നിട്ടത് പ്രിപ്പയർ ആകുക. നല്ല 3 കാര്യങ്ങൾ, ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെക്കുക. എന്നിട്ടത് ഓരോന്നും ചെയ്തിട്ട് ടിക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ജീവിതത്തിൽ നല്ലൊരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും, അറിവ് വർദ്ധിക്കും, കഴിവ് വർദ്ധിക്കും, പിന്നെ പ്രാക്ടീസ് ആവും നമുക്ക്. അങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ ഉണ്ടാകാനും മറ്റുള്ളവർക്ക് യഥേഷ്ടം ധൈര്യത്തോടെ പറയാനും നമുക്ക് സാധിക്കട്ടെ.